ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സഫ ക്രഷിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് എങ്ങനെ ഫ്ലവർ ഹെയർ ബോ ചെയ്യാമെന്നാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫ്ലവർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഷോർട്സൊക്കെ ഇട്ടപ്പോൾ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതുപോലെ ഒരു കട്ട് പീസാണ് കേട്ടോ. നെറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സീക്വൻസ് വർക്കൊക്കെ വരുന്ന ക്ലോത്താണ്. ഇതൊന്നുമില്ല, പ്ലെയിൻ നെറ്റിൻ്റെ ക്ലോത്ത് എടുത്താൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ സ്റ്റോൺസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ 2 ഇഞ്ച് വീതിയിൽ കുറച്ച് നീളത്തിൽ ഇതുപോലെ 2-3 പീസുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സൂചി നൂലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ ക്ലോത്തിൽ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം ഒരു സൈഡിലായിട്ട്. ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരു ക്ലോത്ത് മുഴുവനായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് 2 ഭാഗം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് ഇത് കെട്ടിട്ടെടുക്കാം. ഞാനിവിടെ സൂചി നൂലും കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഈ നൂലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും നമ്മുടെ ബാക്കി ക്ലോത്തും കൂടി ഇതേപോലത്തെ ഒരു ഫ്ലവർ കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ക്ലോത്ത് വെച്ചിട്ട് അതുപോലെ 2 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. തന്നെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിതിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിൽ ഷോ ബട്ടൺസ് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു സ്റ്റോണും ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലത്തെ ഒരു ക്യാൻവാസ് പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് നന്നായിട്ട് ഗം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതൊന്ന് അധികമുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. അതുപോലെ അടിപൊളി ഫ്ലവർ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതുപോലത്തെ പല കളേഴ്സും ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഈ ഫ്ലവർ ഇവിടെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഒരു യെല്ലോ ചെയ്തതാണ് ഞാൻ. ഈ ഒരു ഫ്ലവർ. പിന്നെ ഒരു ബ്ലൂ വരുന്നുണ്ട്, പീകോക്ക് ബ്ലൂ ആണ്. പിന്നെ നമ്മുടെ ബ്ലൂ, പിന്നെ ഒരു ഡാർക്ക് ബ്ലൂ, പിന്നെ പല കളേഴ്സ് ഞാൻ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീന്, വൈറ്റ്, അങ്ങനെ പല കളേഴ്സ് ഉണ്ട്. നമുക്ക് ഈ ഫ്ലവർ നമ്മുടെ ഒരു ഹെയർ ബോയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ബ്ലാക്ക് സാറ്റിൻ്റെ ഹെയർ ബോ ആണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഗമ്മാക്കിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഞാൻ ഒരു സൈഡിൽ വരുന്ന വിധത്തിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ഗം അപ്ലൈ ചെയ്തിട്ട് ഒരു ക്യാൻവാസ് പേപ്പർ കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ അടിപൊളി നെറ്റ് ക്ലോത്ത് വെച്ചിട്ടുള്ള ഒരു ഹെയർ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് നമ്മുടെ കയ്യിൽ പഴയ ഹെയർ ബോ ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യമേ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.